ഹലോ ഗൈസ്, വെൽക്കം ടു CGI. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ കാണുന്ന ഇമേജിലുള്ള പോലെ ഒരു പാരാമെട്രിക് 3D വാൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ 3Dയിലോട്ട് പോവാം. ആദ്യം തന്നെ ക്രിയേറ്റിൽ പോയിട്ട് ഫ്രണ്ട് വ്യൂ ഇട്ടതിന് ശേഷം ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം. മെഷർമെന്റ് ഏകദേശം ഇതുപോലെ കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ വാല്യൂ കൊടുക്കാം. സെഗ്മെന്റ്സിന്റെ ആവശ്യമില്ല, ജസ്റ്റ് 1 കൊടുത്താൽ മതി. അതിനുശേഷം ആക്സിസ് ഇവിടെ 0 ആക്കി കൊടുക്കാം. ടോപ്പ് വ്യൂ ഇടാം. കോപ്പി എടുക്കാം. ഏകദേശം ഗ്യാപ്പ് കൊടുക്കുക കുറച്ച്. അതിനുശേഷം കോപ്പി കൊടുത്ത് ഒരു 100 വാല്യൂസ് കൊടുക്കാം. ഓക്കെ കൊടുത്തു. അതിനുശേഷം എല്ലാ ഒബ്ജക്റ്റും സെലക്ട് ചെയ്യുക. മോഡിഫൈ ലിസ്റ്റിൽ സബ്ഡിവൈഡ് എന്ന് പറഞ്ഞൊരു മോഡിഫയർ ഉണ്ട്. അതിങ്ങനെ സെർച്ച് ചെയ്തെടുക്കുക. താഴേക്ക് വരുമ്പോ സൈസ് എന്ന ഓപ്ഷനിൽ 5 കൊടുത്ത് എന്റർ അടിക്കാം. പെർസ്പെക്റ്റീവിൽ വരാം. ഇപ്പോ ഈ കാണുന്ന ഒബ്ജക്റ്റുകൾക്ക് എല്ലാത്തിനും അത്യാവശ്യം നല്ലോണം സെഗ്മെന്റ്സ് വന്നിട്ടുണ്ട്. ദെൻ എല്ലാത്തിനെയും സെലക്ട് ചെയ്തതിനു ശേഷം മോഡിഫൈ ലിസ്റ്റിൽ നോയ്സ് എന്ന് പറഞ്ഞ മോഡിഫയർ ആഡ് ചെയ്യാം. സ്കെയിൽ വാല്യൂ 200 കൊടുക്കുക. സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ y ആക്സിസിൽ 200 കൊടുക്കുക. ഇപ്പോ നമുക്ക് നല്ലൊരു പാരാമെട്രിക് 3D വാൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരെണ്ണത്തിന് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് അടിച്ച് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളിലേക്ക് കൊടുക്കുക. അറ്റാച്ചിന്റെ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒരെണ്ണം സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് പിടിച്ച് ഏറ്റവും അവസാനം സെലക്ട് ചെയ്യുക. അറ്റാച്ച് കൊടുക്കുക. എല്ലാവരും കൂടെ അറ്റാച്ച് ആയി കഴിഞ്ഞു. ബോർഡർ ടൂൾ സെലക്ട് ചെയ്യുക. മൊത്തത്തിൽ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പിടിച്ച് y ആക്സിസിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിൽ വരും. എഡ്ജ് സെലക്ട് ചെയ്യുക. സ്ലൈസ് പ്ലെയിൻ ചൂസ് ചെയ്യുക. ഏകദേശം പൊസിഷനിൽ വെച്ചിട്ട് സ്ലൈസ് ചെയ്യുക. സ്ലൈസ് പ്ലെയിൻ ഓഫ് ആക്കുക. പോളിഗൺ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കളയാം. ദെൻ ബോർഡർ ടൂൾ ഉപയോഗിച്ച് ഫോർ സെലക്ഷൻ ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് ക്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇതുപോലെ ഫിൽ ആയി വരും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മുടെ പാരാമെട്രിക് 3D വാൾ എന്ന് പറഞ്ഞൊരു മോഡൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള മെറ്റീരിയൽ ഇവിടെ അപ്ലൈ ചെയ്ത് UV അപ്ലൈ ചെയ്യാം. ഞാനിവിടെ കോസ്മോസ് യൂസ് ചെയ്തിട്ട് ഒരു വുഡൻ മെറ്റീരിയൽ യൂസ് ചെയ്യാണ്. ഈ കാണുന്ന മെറ്റീരിയൽ ചൂസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് അടിച്ച് ആഡ് ടു സീൻ കൊടുത്തു. സ്ലോട്ട് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് അസൈൻ ചെയ്ത് ഷോ കൊടുത്തു. മോഡിഫൈ ലിസ്റ്റിൽ UV/W മാപ്പ് ആഡ് ചെയ്തു. അതിനുശേഷം ആംഗിൾ സ്നാപ്പ് ഒക്കെ ഓൺ ആക്കി ആവശ്യമുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേഷൻ ചെയ്ത് വെച്ചു. സ്കെയിൽ ടൂൾ എടുത്ത് ഇതുപോലെ സ്കെയിലും ചെയ്തു. ഇനി റണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.